ശാരീരികമായി വലിയ പ്രതിസന്ധികൾ ജീവിതത്തെ ഞെരുക്കുമ്പോഴും ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകി അവിടുത്തെ ആരാധിച്ച് മുന്നോട്ടു പോകുന്ന നിരവധി ജീവിതങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട്. അതുപോലുള്ള ജീവിതങ്ങളിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരാളാണ് 76-കാരനായ റെയ്നാൾഡോ ജോസ്. അരയ്ക്ക് കീഴിലോട്ട് തളർന്ന് വീൽ ചെയറിൻ്റെ സഹായത്തോടെ ജീവിക്കുന്ന ഈ വ്യക്തി തൻ്റെ ഇടവക ദേവാലയത്തിലെ അൾത്താര ശുശ്രൂഷയായി സേവനം ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ദൈവത്തെ സേവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് മുന്നിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് റെയ്നാൾഡോ ജോസ്. ദുർബലരായ വൃദ്ധരുടെ സമഗ്ര പരിചരണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ക്രിസ്തീയ പ്രചോദിത സ്ഥാപനമായ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ആൻഡ് മേരി സീനിയർ വെൽനസ് സെൻ്ററിലാണ് റെയ്നാൾഡോ ജോസ് താമസിക്കുന്നത്. കരീബിയൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കൊളംബിയൻ ഡിപ്പാർട്ട്മെൻറ്റായ മഗ്ദലീനയുടെ തലസ്ഥാനമായ സാന്റാ മാർട്ട രൂപതയിലെ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് ആൻഡ് മേരി ഇടവകയിൽ കഴിഞ്ഞ ഒരു വർഷമായി റെയ്നാൾഡോ അൾത്താര ശുശ്രൂഷയായി സേവനം ചെയ്യുന്നുണ്ട്. ദിവ്യബലി ആരംഭിക്കുന്നതിന് മുൻപായി ദേവാലയമണി മുഴക്കുന്നതോടെ ജോസിൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കും. പിന്നീട് ഒരു അൾത്താര ശുശ്രൂഷി എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം വലിയ ആത്മവിശ്വാസത്തോടെ അദ്ദേഹവും ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ശുശ്രൂഷ ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. എന്നെ ഈ സ്ഥാനത്തെത്തിച്ചതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, ജോസ് പറയുന്നു. എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുത്തതിന് ശേഷം ദൈവത്തെയും സഭയെയും സേവിക്കുന്നതിനാൽ തന്നെ ജീവിതത്തിൽ വലിയ സംതൃപ്തി അനുഭവിക്കുന്നതായും ജോസ് കൂട്ടിച്ചേർത്തു. ഇടവക വികാരിയായ ഫാദർ മാരിയോ റാഫേലിൻ്റെ അഭിപ്രായത്തിൽ ജോസിൻ്റെ ശാരീരിക പരിമിതികൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾക്ക് ഒരു തടസ്സമല്ല. അത്രമേൽ ആത്മാർത്ഥമായാണ് ജോസ് തൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നതെന്നും ഫാദർ മാരിയോ പറഞ്ഞു. ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ തളരാതെ കൂടുതൽ ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും ദൈവശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഈ 76-കാരൻ ഒരു പ്രചോദനമാണ്.